പ്രിയമുള്ളവരെ, നമ്മൾ ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ അടുത്ത സെഷനിലേക്ക് വരികയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഹൗ ടു ഫോം സെന്റൻസസ് when we want to tell something is happening the next time or tomorrow or in the near future. നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സെന്റൻസിലേക്ക്, അത്തരം സെന്റൻസുകളിലേക്ക് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന്റെ മീനിങ്ങിൽ വരുന്ന മാറ്റവും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ വാട്ട് വിൽ ദ പ്ലേയേഴ്സ് ഡു എന്നാണ് കേട്ടോ. ഇതിൽ ഞാൻ ആ ടൈറ്റിലിൽ മാറ്റം വരുത്തിയിട്ടില്ല. ചെറിയ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തുക, ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. സോ ദ സ്ട്രൈക്കർ വിൽ പാസ് ദ ബോൾ ടു ഹിസ് ടീംമേറ്റ്. ഇവിടെ കണ്ടില്ലേ, പാസസ് ദ ബോൾ എന്നതിനെ നമ്മൾ നേരെ വിൽ ഓർ ഷാൽ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ദ സ്ട്രൈക്കർ ഷാൽ പാസ് ദ ബോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ദ സ്ട്രൈക്കർ വിൽ പാസ് ദ ബോൾ ടു ഹിസ് ടീംമേറ്റ് എന്ന് പറയാം. ഇതുപോലെ ദ ഗോൾ കീപ്പർ ഷാൽ ഓർ the goalkeeper will save the shot with ease. The referee will blow the whistle to start the match. അങ്ങനെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നുള്ളതിനെ ഒരു നിയർ ഫ്യൂച്ചർ ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ സംഭവിക്കുന്ന രീതിയിൽ പറയുമ്പോൾ സ്ട്രൈക്കർ ബോൾ പാസ് ചെയ്യും, പിന്നെ ഗോൾ കീപ്പർ ഷോട്ട് സേവ് ചെയ്യും, അതുപോലെ റഫറി വിസില് അടിക്കും, പിന്നീട് ഡിഫൻഡർ അതിൽ ഇടപെടും, അതുപോലെ മിഡ്ഫീൽഡർ കൺട്രോൾ ചെയ്യും, ഫാൻസ് ഒക്കെ ആകെ സന്തോഷത്തിൽ ചിയർ ചെയ്യും, അതുപോലെ കോച്ച് നിർദ്ദേശങ്ങൾ നൽകും, കോച്ച് ഷാൽ ഗിവ് ഇൻസ്ട്രക്ഷൻസ്. ഇങ്ങനെ ഓരോ സെന്റൻസുകളെയും ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ വിൽ ഓർ ഷാൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ എടുക്കുന്നു. മറ്റു ചില ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റില് പാസസ് എന്നുള്ളതിന് നമ്മൾ എന്താക്കി, ജസ്റ്റ് പാസ് എന്ന് മാത്രമാക്കി. ഇവിടെ ഇയസും മറ്റുള്ളതൊന്നും ബാധിക്കുന്നില്ല. കാരണം വില്ലോ ഷാളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് V1 മാത്രമേ ഉപയോഗിക്കൂ. അതായത് ആ വേർബിന്റെ ബേസ് ആയിട്ടുള്ള രൂപം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ വാട്ട് ദ പ്ലേയേഴ്സ് വിൽ ഡു എന്നുള്ളതിനാണ് നമ്മൾ വിശദീകരിച്ചത്. അങ്ങനെ നമുക്ക് സ്റ്റോറി വേണമെങ്കിൽ പറയാം. ആദ്യം അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൈവർ, പിന്നെ എന്തായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രൈവ്സ് ഔട്ട് ഓഫ് ദ എയർപോർട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനെയും നിങ്ങൾക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്ത് നോക്കാം. ദ ഡ്രൈവർ വിൽ ഡ്രൈവ്, അവിടെ ഡ്രൈവ്സ് എന്നുള്ളത് എന്തായി മാറും, വിൽ ഡ്രൈവ് എന്നായി മാറും. അതുപോലെ ദ ഡ്രൈവർ will turn എന്നായി മാറും, അല്ലെങ്കിൽ shall turn എന്നായി മാറും. ഇവിടെ ആ വേർബിന്റെ ബേസ് ഫോമിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക, പ്രയോഗിക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസുകൾ മുന്നോട്ട് പോകട്ടെ. നമ്മളിപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്തത് ക്ലിയർ ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ചത് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ നമ്മൾ സെന്റൻസസിനെ കൺവേർട്ട് ചെയ്യാം. വാട്ട് വിൽ ദ പ്ലേയേഴ്സ് ഡു, എന്താണ് പ്ലേയേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും. ഒരു ഫ്യൂച്ചർ ടൈമിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസിന്റെ ഒരു മാതൃകയാണ് ഇത്. പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് ഇതുപോലെ സിനാറിയോസിനെ നിങ്ങൾക്ക് എടുക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത സാമ്പാർ ഉണ്ടാക്കുന്ന ആ എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. അതിലും ഇതേപോലെ തന്നെ വില്ലോ ഷാലോ ആഡ് ചെയ്യുന്നു,
ഈ വേർബിന്റെ ബേസ് ഫോമിനെ മാത്രം V1 മാത്രം ഉപയോഗിക്കുന്നു. സിമ്പിൾ ആയിട്ട് സെന്റൻസസിനെ നമ്മൾ ഇതുപോലെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് നമ്മളുടെ സെന്റൻസസിന്റെ ഗതി നമുക്ക് നിർണ്ണയിക്കാം. അത് ഫ്യൂച്ചർ ടൈമിൽ വേണോ, പാസ്റ്റ് ടൈമിൽ തൊട്ട് കഴിഞ്ഞ സംഭവമാണോ, അതല്ലെങ്കിൽ വരുന്നതാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. Till then, bye. Thank you for your practice. Thank you for improvement day by day because of this practice. Thank you so much. Also, remember to convey, to express your feelings and comments after the video, after you watched the video. And never forget to share this video to your friends and support me. Thank you.